കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഏതൊക്കെ വഴിയിലൂടെ വരുന്നതെന്ന് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ആരാൻ്റെ വീഡിയോസ് കട്ടുകൊണ്ടെന്ന് ഇടുന്നതാണ് മെയിൻ പ്രശ്നം. അധികം ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലൊരു യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ നേരെ കൊണ്ടുവന്നാണ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊരിക്കൽ പോലും ചെയ്യരുത്. ഓക്കെ, നമ്മൾ അവിടെ നിന്നെങ്കിലും വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഒന്നിൽ ഈ സൗണ്ട് മാറ്റി നമ്മുടെ വോയിസ് ഓവർ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ അവിടുന്ന് അവർ തന്ന കണ്ടൻറ്റുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ വരുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ പാട്ടുകളിൽ എങ്ങനെ വരുന്നു വെച്ചാൽ നമ്മളവിടെ നമുക്ക് ആവശ്യമുള്ള റോയൽ ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് എടുക്കുന്ന സമയത്ത് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഇടുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതുപോലെ നമ്മൾ ഈ എഴുതുന്ന ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ മറ്റൊരാൾ എഴുതിയിട്ടുള്ള ക്യാപ്ഷനും കാര്യങ്ങളും നമ്മൾ പേസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ വാൾവിൽ കൊണ്ടിരുന്നു നമ്മൾ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതവിടെ പേസ്റ്റ് ചെയ്ത് നമ്മൾ അതിനും യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ നമ്മൾ ചെയ്യുന്നു. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഞാനും ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നൊന്നും എനിക്ക് അറിവില്ലാത്തതിനെ കൊണ്ടാണ്. പക്ഷേ ഇന്ന് അറിയുന്നതിനെ കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന അത് നമ്മൾ അങ്ങനെ പേസ്റ്റ് ചെയ്തതാണെന്ന് ഫേസ്ബുക്കിന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് കള്ളക്കളി കളിച്ചാലും ഫേസ്ബുക്ക് അണ്ണൻ അത് കണ്ടുപിടിക്കും. പിന്നെ അതേമാതിരി തന്നെയാണ് നമ്മൾ ലൈവ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ടി വി ഓണാക്കി വെച്ചിട്ടുണ്ടാകും, ഒന്നില്ലെങ്കിൽ പാട്ട് വെച്ചിട്ടുണ്ടാകും. ഇതിലൂടെ വരുന്ന മ്യൂസിക്കുകൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ തരാൻ ചാൻസ് കൂടുതൽ. നമ്മൾ വിചാരിക്കും അപ്പുറത്തെ റൂമിലല്ലേ പാട്ട് വെച്ചത്. അപ്പുറത്തെ റൂമിൽ പാട്ട് വെച്ചാലും അത് പിടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഇട്ട പോസ്റ്റുകൾ റിപ്പീറ്റഡായി പിന്നെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിലും വലിയൊരു തെറ്റാണ്. അതും ഫേസ്ബുക്കിനറിയാം. അതുകൊണ്ട് ഫേസ്ബുക്ക് അതും നമുക്കൊരു കോപ്പിറൈറ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നമ്മുടെ പേജ് പോകാനും ഒക്കെ ചാൻസ് കൂടുതൽ. നമ്മൾ ഒഴിവാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം കണ്ടൻറ്റ് മാത്രം നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് യൂട്യൂബിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ വോയിസ് ഓവർ നമുക്ക് കൊടുക്കാം. സ്വന്തമായിട്ട് നമുക്ക് പാടിയിടാം. പാട്ടുകൾ എടുക്കുന്ന സമയത്ത് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്യാറുണ്ട് ഇല്ലേ. ഗൂഗിളിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അവരിടുന്ന ആ ഫോട്ടോ ചിലപ്പോൾ അവർക്കത് വിഷയമാവും അല്ലേ. അതുകൊണ്ട് അവരതിനെതിരെ പ്രതികരിക്കും. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അവിടെ വരും. അപ്പോൾ നമ്മൾ പറയും ഗൂഗിൾ തരുന്നതല്ലേ എന്ന്. ഗൂഗിൾ തരുന്നതായാലും അവിടെയും നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് കാണും കോപ്പിറൈറ്റ് എന്ന്. അതുണ്ടോ ഇല്ലേ എന്ന് ആദ്യം ചെക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോസ് എടുക്കാൻ പാടുള്ളൂ. കാരണം എനിക്ക് അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജെമിനിയുടെ കാലമാണല്ലോ. ജെമിനിയിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് അത് നമ്മുടെ AI തരുന്നത് തന്നെയാണ്. അതും എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇല്ലേ എന്നും കൂടി നമ്മൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജെമിനിയിലായാലും വേറെ ഏത് ആപ്പിൽ നിന്ന് നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് നമ്മൾ നമ്മുടേതായ രൂപത്തിലാക്കി എടുക്കുന്ന സമയത്ത് അത് ഗൂഗിളിൽ എവിടെയെങ്കിലും കയറി സേവ് ആയിട്ടുണ്ടാകും. അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തതിന് പിന്നീട് നമുക്ക് പണി കിട്ടിയാലോ. പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ നാളെ ഇടാം. നമ്മൾ എവിടെ കയറി എങ്ങനെ അത് ഓഫ് ചെയ്യണം എന്നുള്ളത് ഞാൻ നാളെ ഇടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ സ്വന്തം ഫോട്ടോ മറ്റൊരാളുടെ ഫോട്ടോ അതേമാതിരി നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് അവരുടെ അനുമതി ഇല്ലാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പോൾ എവിടെ ഇട്ടാലും ശരി, അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.